ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഡിവൈഡ് ആൻഡ് റൂൾ വെച്ച് നമ്മളെ എങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ, ഞാൻ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറയുന്ന അഗ്രി ചെയ്യാത്ത ചില ആൾക്കാരുണ്ട്. അവർ നേരെ ചെന്ന് നോക്കൂ, എന്റെ ഏതാ പ്രൊഫൈൽ നോക്കൂ, മതം ഏതാ നോക്കൂ, അതിനനുസരിച്ച് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് അവർ ആ രീതിയിലാണ് കാണുന്നത്. അതേ കണക്ക് ഞാനും ആയാലും, ഞാൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മുസ്ലിം ആളായാലും ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവന്റെ പ്രൊഫൈൽ ID ചെന്ന് നോക്കും. അവൻ ഹിന്ദു ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, മനസ്സിലായി, ഓക്കെ ഇവൻ മറ്റേ RSSന്റെ ഇതുമായിട്ടുള്ളതാണ്. അങ്ങനെ നമ്മളിപ്പോൾ അങ്ങനെ നോക്കാൻ തുടങ്ങി. ഈവൻ നമ്മുടെ ഫ്രണ്ട്സ് ആയാൽ പോലും നമ്മൾ അങ്ങനെ നോക്കാൻ തുടങ്ങി. ദാറ്റ് മീൻസ് അവർ നമ്മളെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു, റൂൾ ചെയ്യണം ഇപ്പം. അതായത് മുസ്ലിം, ഹിന്ദു, അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു, റൂൾ ചെയ്യണം. അതേ കണക്ക് ഇപ്പം അമേരിക്കയിലും അവിടെ ഉള്ള കാര്യങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് അവർ റൂൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അങ്ങനെയാണ് അവർ റൂൾ ചെയ്യുന്നത്. ഏതൊരു സ്ഥലത്ത് പോയാലും ഡിവൈഡ് ചെയ്ത് റൂൾ ചെയ്ത് ആണ് ജീവിക്കുന്നത്. അപ്പം ഇത് എന്തുകൊണ്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും മനുഷ്യരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് ജീവിക്കേണ്ട ആൾക്കാരാണ്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, മുസ്ലിങ്ങൾ, ഹിന്ദുക്കൾ എന്നുള്ള രീതിയിൽ നിങ്ങൾ ആരെയും കാണരുത്. ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും നിങ്ങൾ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ച് ചോദിക്കാം, എന്താണ് ഹമദ് അങ്ങനെ പറഞ്ഞതെന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്കിപ്പോൾ ആര് ഭരിച്ചാലും കുഴപ്പമില്ല, ബട്ട് നമ്മളെല്ലാവരും ഒന്നായിട്ട് നിൽക്കുക. യൂണിറ്റി ആയിട്ട് നിന്നില്ലെങ്കിൽ ഒന്നും നടക്കില്ല.